ഓക്കെ, അപ്പൊ IPC-യുടെ 4ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന IPC-ന്റെ സെക്ഷൻ 312, 313 എന്നുള്ള വളരെ സിമ്പിളായി പഠിക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, IPC 312 എന്തിനെ കുറിച്ച് പരാമർശിച്ചാല് ഗർഭം അലസിപ്പിക്കൽ ഒരു കുറ്റകരമെന്ന് പരാമർശ സെക്ഷനാണ് 312. ഓർക്കുക, IPC 312 ഗർഭം അലസിപ്പിക്കൽ ഒരു കുറ്റകരമെന്ന് പരാമർശിക്കുന്നത് 312. ഒരു നോർമൽ ഒരു ഗർഭം അലസിപ്പിക്കുന്നവർക്ക് ശിക്ഷ വെച്ചാൽ 3 വർഷം വരെ തടവോ കൂടാതെ 3 വർഷം തടവും പിഴ അല്ലെങ്കിൽ രണ്ടും കിട്ടാവുന്നതാണ്. 3 വർഷം വരെ തടവോ കൂടാതെ പിഴയുമാണ്. ഇനി ഓർക്കുക, ഈ 312 പ്രകാരം ഈ ഗർഭം മത്സ്യപ്പിക്കുന്നത് ഒരു ശലിക്കുന്ന കുട്ടിയാണ് ഗർഭം മത്സ്യപ്പിക്കുന്നതെങ്കിൽ അവർക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ 7 വർഷം വരെ തടവോ പിഴയോ കൂടാതെ ചിലപ്പോൾ രണ്ടും കിട്ടാവുന്നതാണ്. ഓർക്കുക, 312 ഗർഭം മത്സ്യപ്പിക്കൽ ഒരു തുടക്കത്തിൽ തന്നെ ഒരു ഗർഭം മത്സ്യപ്പിക്കുകയാണെങ്കിൽ 3 വർഷം വരെ എന്ത് കിട്ടും? തടവ് കിട്ടുന്നതായിരിക്കും. എന്നാൽ ചലിക്കുന്ന കുട്ടിയാണ് ഗർഭം മത്സ്യപ്പിക്കുന്നെങ്കിൽ എന്താണ്? 7 വർഷം വരെ തടവ്. ഓക്കെ അല്ലെ? അപ്പൊ സെക്ഷൻ 312 ഗർഭം മത്സ്യപ്പിക്കൽ. ഓക്കെ, ശ്രദ്ധിക്കുക, IPC 317 എന്താണ് ചോദിച്ചാല് ശ്രദ്ധിക്കുക, സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം മത്സ്യപ്പിക്കുന്നത് കുറ്റകരമെന്ന് പരാമർശിക്കുന്നതാണ് 313. സ്ത്രീയുടെ സമ്മതം കൂടാതെയാണെങ്കിൽ 313. ഇതിനോട് ശിക്ഷ എന്ന് വെച്ചാല് 10 വർഷം വരെ തടവോ പിഴയോ കൂടാതെ ചിലപ്പോൾ എന്താണ് രണ്ടും കിട്ടാവുന്ന. ഇവിടെ സ്ത്രീയുടെ സമ്മതം കൂടാതെയാണെങ്കിൽ 10 വർഷമാണ്. ഇത് ശ്രദ്ധിക്കുക, സെക്ഷൻ 314 ഗർഭം മത്സ്യപ്പിക്കുന്ന വേളയിൽ സ്ത്രീക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ അതൊരു കുറ്റകരമെന്ന് പരാമർശിക്കുന്നതാണ് 314. ഇതിനും എന്താണ് 10 വർഷം വരെ തടവ് പിഴ അല്ലെങ്കിൽ രണ്ടും കിട്ടാവുന്ന. 312 ഗർഭം മത്സ്യപ്പിക്കൽ, 313 എന്താണ് സ്ത്രീയുടെ സമ്മതം കൂടാതെയുള്ള ഗർഭം മത്സ്യപ്പിക്കലാണ്. ഓക്കെ, 314 ആ ഗർഭം മത്സ്യപ്പിക്കുന്ന വേളയിൽ സ്ത്രീക്ക് മരണം സംഭവിക്കുന്നു. ഓർക്കുക, അടുത്ത IPC 319 എന്താ വെച്ചാല് ദേഹോപദ്രവം. 319 ദേഹോപദ്രവത്തെ കുറിച്ച് പരാമർശിക്കുന്നു. 320 എന്താ വെച്ചാല് കഠിനമായ ദേഹോപദ്രവം. രണ്ടൊരു വ്യത്യാസം മനസ്സിലാക്കാം. 319 ദേഹോപദ്രവം, അതായത് ഇപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. അപ്പൊ എന്നെ ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നു, തല്ലാനോ സംതിങ് അടിക്കാൻ വരുന്നു. അപ്പൊ ഞാൻ രക്ഷ നേടാൻ വേണ്ടി കൈകാല് കൊണ്ട് ഇങ്ങനെ വീശുന്നു. ഒരാളുടെ കണ്ണിലോ അല്ലെങ്കിൽ എന്താ പറയാ ഒരാളുടെ കയ്യിൽ തട്ടുന്നു. ആ തട്ടിയിട്ട് ഒരു മുറിവ് സംഭവിച്ചാൽ അതൊരു ദേഹോപദ്രവമാണ്. പക്ഷെ ഇതെന്താണ്, ഞാൻ അറിഞ്ഞിട്ടില്ല. അതായത് ഒരിക്കലും ഞാൻ എന്താണ് ദേഹോപദ്രവം ചെയ്യിക്കണം എന്നുള്ള ഉദ്ദേശം എന്തോ ഞാൻ ചെയ്തു, ആൾക്ക് സംഭവിച്ചു, ദേഹോപദ്രവമാണ്. ഓക്കെ, ചില വേണം അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല, എങ്കിലും കൂടി ഒരാൾക്ക് മുറിവ് സംഭവിക്കുകയാണെങ്കിൽ ദേഹോപദ്രവമാണ്. എന്നാൽ ഇതെന്താണ് കഠിനമായ ദേഹോപദ്രവം. എന്റെ പ്രവർത്തനത്തിൽ ഒരാളുടെ അവയവം എന്തെങ്കിലും ഇല്ലാതായാൽ അതൊരു കഠിനമാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ കൈകാലിട്ടടിക്കുന്നു, വടി കൊണ്ടുവന്ന് അടിക്കുന്നു, ഒരാളെ കൈ മുറിഞ്ഞു പോയാൽ അത് കഠിനമാണ്. ഒരു അവയവം ഇല്ലാതാവുന്ന സാഹചര്യമാണ് കഠിനമായ ദേഹോപദ്രവം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദേഹോപദ്രവം പറയുമ്പോൾ ഒരു മുറിവ് മാത്രം സംഭവിക്കുന്നു. ഇവിടെ എന്താണ് 320 കഠിനം, ഒരു ഭാഗം ഇല്ലാതായി പോകുന്നതാണ് 320 പറയുന്നത്. ഇനി 321 കൊടുക്കുക, സ്വമേധയാലുള്ള ദേഹോപദ്രവം. എന്താണ് സ്വമേധയാൽ? ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ എന്താണ്, ഞാൻ ഇങ്ങനെ കൈകാല് 310 കൈകാലുകൊണ്ട് അടിക്കുന്നു. ഒരിക്കലും ഒരാളെ ദേഹത്തിന് ഏൽപ്പിക്കുന്ന ഉദ്ദേശം എനിക്കില്ല. ഓക്കെ, പക്ഷെ 320 സ്വമേധയാൽ എനിക്കറിയാം, ഞാൻ കൈകാല് കൊണ്ട് അടിച്ചാൽ ഒരാളുടെ മേലെ തട്ടിയാൽ എന്ത് സംഭവിക്കും? മുറിവ് സംഭവിക്കും എന്ന് അറിഞ്ഞിട്ട് ഞാൻ ചെയ്താൽ 320. സ്വമേധയാൽ എന്ന് ഓർക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് സ്വമേധയാൽ. 320 സ്വമേധയാൽ ദേഹോപദ്രവമാണ്. 322 എന്ന് പറയുന്നു സ്വമേധയാലുള്ള കഠിനമായ ദേഹോപദ്രവം. എനിക്കറിയാം ഇന്നത് ചെയ്താൽ, ചിലപ്പോൾ ഒരു വാള് കൊണ്ടാണ് ഞാൻ വീശുന്നെങ്കിൽ ആ വാള് കൊണ്ട് വീശാൽ ഒരാളെ കയ്യിൽ കൊണ്ടാൽ ആളെ കൈ മുറിയുമെന്ന് എനിക്കറിയാം, എന്നിട്ടും ഞാൻ ചെയ്താണെങ്കിൽ 322. ഓക്കെ, ഇവിടെ 321 കഠിനമായത് സ്വമേധയാലുള്ള ദേഹോപദ്രവം. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു. ഇവിടെ സ്വമേധയാൽ കഠിനമായ ദേഹോപദ്രവം. അറിഞ്ഞുകൊണ്ട് ഒരാളുടെ കൈ വെട്ടി മാറ്റുകയാണ് ഞാൻ എന്നുണ്ടെങ്കിൽ അത് 322 പരാമർശിക്കുന്നു. ഓക്കെ അല്ലെ? എന്നാൽ 323 ഈ ദേഹോപദ്രവത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പരാമർശിക്കുന്നു. എന്താണ് ശിക്ഷ ചോദിച്ചാലും 1 വർഷം വരെ തടവോ അല്ലെങ്കിൽ 1000 രൂപ പിഴയോ ആണ് ഇവിടെ എനിക്ക് കിട്ടാവുന്നത്. ഒരു ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷയാണെങ്കിൽ 323 പ്രകാരം 1 വർഷം വരെ തടവോ അല്ലെങ്കിൽ 1000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കിട്ടാവുന്നതാണ്. ഓക്കെ ആണോ? അതായത്
312 ഗർഭം മത്സ്യപ്പിക്കുന്നു. 319 എന്താണ്? സ്ത്രീയുടെ സമ്മതം കൂടാതെയാണ് ഇവിടെ മരണം സംഭവിക്കുന്നു. ഇവിടെ ദേഹോപദ്രവം കഠിനമായ ദേഹോപദ്രവമാണ്. ഇത് സ്വമേധയാ ദേഹോപദ്രവമാണ്. സ്വമേധയായുടെ കഠിനമായ ദേഹോപദ്രവമാണ്. ഇത് ദേഹോപദ്രവ ശിക്ഷയെ കുറിച്ച് പരാമർശിക്കും. എന്ന് ഓർക്കുക, ഇത് IPC. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഭാരതീയ ന്യായ സംഹിത. ചിലപ്പോൾ ഒരു പക്ഷെ അടുത്ത എക്സാം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ IPC 312 ബദലായി പഠിക്കുക. DNS ഭാരതീയ ന്യായ സംഹിതയിലെ 88, 312 88, 313 89, 314 90, 319 114, 320 116, 321 115 ഒന്നാണ്. അതിൽ 322 ആണെങ്കിൽ 117 ഒന്നാണെന്ന് ഓർക്കുക. 323 ആണെങ്കിൽ 115 2ആണ്. ഇതുവരെ ഓക്കെ ആണോ?